ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്ലം കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഈ ഒരു പ്ലം കേക്ക് എഗ്ലെസ് പ്ലം കേക്കാണ്. വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാത്തവർക്കും, അതുപോലെ കേക്ക് ടിന്നോ മെഷറിംഗ് കപ്പോ മെഷറിംഗ് സ്പൂണോ ഒന്നും ഇല്ലാത്തവർക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു ഏറ്റവും ചെറിയ സ്പൂണല്ല, അതിൻ്റെ കുറച്ചും കൂടെ വലിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിൽ 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരട്ടെ. പഞ്ചസാര മെൽറ്റായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് പഞ്ചസാര മെൽറ്റായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. എന്നിട്ട് ഈ കളറൊക്കെ കുറച്ചും കൂടെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം. എന്നാൽ കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇപ്പോൾ ഇത് നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ല തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഞാൻ ഇതേപോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇതുപോലെ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതേപോലുള്ള 2 സ്പൂൺ ആയാലും മതി. അപ്പോൾ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. ഇനി ഗ്ലാസ്സിലേക്ക് തന്നെ സ്പൂൺ കൊണ്ട് ഒന്ന് അളന്ന് കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 11 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത് ഈ ഗ്ലാസ്സിലേക്ക് നിറയെ ഉണ്ടാവും 11 ടേബിൾ സ്പൂൺ മൈദ. ഇതേപോലെ നിറഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനി ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒരു 3/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഏറ്റവും ചെറിയ സ്പൂണിൽ 3/4 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. 2 നുള്ളു ഉപ്പൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഇനി മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ ഒരു മസാലപ്പൊടി ഗ്രാമ്പും ഏലക്കയും ജാതിക്കയും അതുപോലെ അയമോദകവും ഒക്കെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് ഞാൻ ഒരു പ്ലം കേക്കിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 നുള്ളു ഗ്രാമ്പു പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഒരു 8 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മധുരം വേണമെങ്കിൽ ഒരു 6 അല്ലെങ്കിൽ 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. ഇതിൽ നമ്മൾ കാരമൽ ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതുപോലെ ഫ്രൂട്ട്സിലൊക്കെ പഞ്ചസാര ഉണ്ടാവും. അതുകൊണ്ട് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര നമ്മൾ നേരത്തെ കാരമൽ ചെയ്ത് വെച്ചത് കുറച്ചൊരു ചൂട് പോയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഓയിലാണ് ചേർക്കുന്നതെങ്കിൽ ഓയിൽ നമ്മൾ പിന്നീട് മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് മൈദാമാവിൻ്റെ ഒപ്പം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ചൂടോട് കൂടിയിട്ട് ഈ കാരമലിൽ ചേർത്തിട്ടുള്ളത്. ഇതിനി മാറ്റി വയ്ക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് വിളയിച്ചത് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിനു മുമ്പത്തെ ഒരു പ്ലം കേക്കിൽ കാണിച്ചിട്ടുണ്ട്. കുറേ നാൾ നമുക്ക് കേടാവാതെ തന്നെ വെച്ചേക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ നമുക്കൊരു 5-6 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊട്ടും തന്നെ ചീത്തയാകുകയൊന്നുമില്ല. നമുക്കിത് പുറത്ത് തന്നെ ആയാലും ഒരു 15 മുതൽ ഒരു മാസത്തോളം പുറത്ത് വയ്ക്കാം. പിന്നെ കൂടുതൽ ദിവസമാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ എടുത്ത മൈദ കൂടി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വിളയിച്ചെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഉടനെ തന്നെ ഉണ്ടാക്കണമെങ്കിൽ അല്ലാതെ തന്നെ എടുത്തിട്ട് ഒരു 1/2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടെ എടുത്തിട്ട് ഇതേപോലെ മൈദ മിക്സ് ചെയ്തെടുത്താലും മതി. നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ബട്ടർ നന്നായിട്ട് ആ കാരമലിൽ മെൽറ്റായത് ഈ ഒരു മൈദയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് എടുക്കുമ്പോൾ തണുപ്പില്ലാതെ വേണം എടുക്കാനായിട്ട്. കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഒരു സ്പൂൺ വെച്ചിട്ടായാലും ഇതേപോലെ കട്ടകളില്ലാതെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് നന്നായിട്ട് തന്നെ കട്ടകളൊക്കെ ഉടച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മൈദയുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്തിട്ടുണ്ട്. പാല് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ലൂസായിട്ട് വരരുത് ഈ ഒരു കേക്കിലേക്കുള്ള ബാറ്റർ. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം പാൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യുന്നത് ഞാൻ ഇതേപോലെയുള്ള നമ്മൾ ടിഫിൻ ബോക്സിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പറും താഴെയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് മൈദ ഒന്ന് എണ്ണ തേച്ചിട്ട് കുറച്ച് മൈദ ഒന്ന് വിതറി തട്ടിക്കളഞ്ഞിട്ട് എടുത്താൽ മതി. ഇതേപോലെ നല്ല കുറച്ച് കട്ടിയായിട്ട് വേണം കേക്കിൻ്റെ ബാറ്റർ ഇരിക്കാനായിട്ട്. നന്നായിട്ട് ഒന്ന് നിരത്തി കൊടുത്തിട്ട് ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു പപ്പടം കുത്തി വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പുറത്തു പോകും. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഈ പാത്രം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെയായിട്ട് ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെച്ചിട്ട് ഒരു 45 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിലാക്കി വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഓവനിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 170 ഡിഗ്രിയിൽ ഒരു 45 മുതൽ 55 മിനിറ്റ് വരെ വേണ്ടി വരും ഇത് ബേക്കായി കിട്ടാനായിട്ട്. എൻ്റെ ഓവൻ പാനസോണിക്കിൻ്റെ ഓവനിലെ ഒരു ടൈമാണ് പറയുന്നത്. ഇപ്പോൾ ഇതൊരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കുക്കായി വന്നോന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഇതിനി തണുക്കാനായിട്ട് വെക്കാം. കേക്ക് നന്നായിട്ട് തണുത്തിട്ട് ഒരു പിറ്റേ ദിവസമൊക്കെ കട്ട് ചെയ്യുമ്പോഴാണ് പ്ലം കേക്കിൻ്റെ ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കുറച്ച് നാൾ കേടാകാതെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് വിളയിക്കുന്നതിൻ്റെ അങ്ങനെ എടുത്തിട്ടുള്ള ഒരു കേക്കിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു കേക്കിലേക്ക് എല്ലായിടത്തേക്കും തന്നെ ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എഗ്ലെസ് ആണെന്ന് പറയുകയില്ല കഴിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്